നമുക്കൊരു പി എ എടുക്കാം. അത് പെണ്ണ് വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് സിറ്റിയിൽ നിന്ന് പി എന്ന് ഉദ്ദേശിച്ചത് ഞാൻ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ പി എ അല്ല, ഈ അൺഫാക്ടറിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പി എ. അതിന് നമുക്ക് പെണ്ണ് എന്നുള്ള രീതി നമുക്കൊരു പബ്ലിക് ഒരു ഇന്റർവ്യൂ വെക്കാം. മനസ്സിലായോ? നമുക്ക് ഇതുവരെ ആ റിക്രൂട്ട്മെന്റ് പോലും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല, പബ്ലിക് റിക്രൂട്ട്മെന്റ്. പെണ്ണ് മതി. അത് നമുക്കൊരു പബ്ലിക് ഇന്റർവ്യൂ വെക്കാം. ഇന്റർവ്യൂ വെച്ചിട്ട് നമുക്ക് അങ്ങനെ സെറ്റാക്കാം. ലേഡി മതി. നിങ്ങൾക്കൊക്കെ പെണ്ണില്ലേലും ഞാൻ ഇങ്ങനെ പെണ്ണിനോട് സംസാരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ? ഹലോ അല്ല, എവിടെ ഉണ്ടാ എല്ലാരും? അല്ല, ഞാൻ മറ്റേ ഫ്ലീക്കയിലുണ്ട്, ചന്ദ്രന്റെ കടയുടെ അവിടെ. എന്നെ ഒന്ന് പിക്ക് ചെയ്ത് ആരേലും. അതൊത്തിരി എനിക്കറിയൂടെ ഇതൊക്കെ. ഇപ്പൊ എല്ലാരും എന്താ ടി ഡി എം പോയി പെട്ടെന്ന്? വെറുതെ പോയതാ അങ്ങോട്ട്. ഞാൻ ഞാൻ 34 ക്യൂ ആയിരുന്നു. ഞാൻ പക്ഷെ പെട്ടെന്ന് കയറി കേട്ടാ. ഞാൻ അകത്താകത്താ വരുന്നത്. എന്നെ പിക്ക് ചെയ്തത് ഗ്യാങ്സിലിട്ടോ. പട്ടി എന്നെ M63 ഗാംഗോസിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടല്ലേ? കോച്ചിന്റെ വളരെ റിലേറ്റീവ് ഒരാളുടെ കല്യാണമാണ്. അവിടുത്തെ കല്യാണമൊക്കെ അറിയത്തില്ല, 2-3 ദിവസമാണ്. കോച്ച് എന്താ പറയാ 3rd തൊട്ടാണ് സിറ്റിയിൽ ആക്റ്റീവ് ആകുന്നത്. എടാ അങ്ങേരെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, പുള്ളിക്ക് സിറ്റിയിൽ കയറാൻ 22 മണിക്കൂർ ഗ്രൈൻഡ് ചെയ്യണമായിരുന്നു കേട്ടാ. പുള്ളി 2 ദിവസത്തിൽ ഇരുന്ന് 22 hours ഗ്രൈൻഡ് ചെയ്ത് ഗ്യാങ് സ്ലോട്ട് മേടിച്ച്. എന്തോ പ്രാന്താണ് പുള്ളിക്ക്. പുള്ളിയുടെ കൂടെ ഞാൻ ടി ഡി എമ്മിൽ കയറി കഴിഞ്ഞ ദിവസം. അങ്ങേർക്ക് എന്തോ പ്രാന്തളായി ഇരിക്കണം അങ്ങേർക്ക്. സത്യം പറയാം. അറിഞ്ഞോ? അതെ, നമ്മുടെ സെക്യൂരിറ്റിയാ. അവൻ പോവാന്ന് വാസവനെ. എന്തു വെച്ചാ? അണ്ണാ ഞാൻ ട്രിപ്പ് പോണല്ല, ഗ്യാങ് ഇവിടെ സെക്യൂരിറ്റി പണി രാജിവെച്ച് അവൻ പോവാന്നാ പറഞ്ഞു. ആണോ? നല്ല കാര്യമാടാ. പറഞ്ഞില്ലല്ലോ. ഗ്രൈൻഡ് ചെയ്ത് ഏതെങ്കിലും ഒക്കെ നല്ലൊരു ഗ്യാങ്ങിൽ സെറ്റ് ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അങ്ങനെയൊന്നും പറയല്ലേ. നീ എന്തായാലും പോയിട്ട് വാ. പക്ഷെ അവന്റെ ശമ്പള കുടിശ്ശികയായിട്ടൊരു 40 കോടി എന്തോ കൊടുക്കാണ്ടെന്നാ പറഞ്ഞത്. ഇപ്പഴേ പോണ്ട. കുറച്ച് ദിവസം നിൽക്കും. കുറച്ച് ദിവസം നിന്നിട്ട് പയ്യെ ഇറങ്ങാം. ഇപ്പഴേ പോയാൽ ശരിയാവത്തില്ല. രാഹുല സമയമാണ്. അടുത്തൊരു 7-8 ദിവസം കൊണ്ട് രാഹുലമാണ് കംപ്ലീറ്റ്. രാവില്ലാതെ പകലില്ലാതെ രാഹുലമാണ്. കുറച്ച് ഇറങ്ങാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രിപ്പ് പോയിട്ട് വരാം. പോയിട്ട് ധൈര്യമായിട്ട് പോയിട്ടോ. മഴ സമയമാണ്, നോക്കണം കേട്ടാ. മണ്ണിടിച്ചിലും ഇതൊക്കെ ഉള്ള സമയമാണേ. അതെ. കുടിശ്ശികയുടെ കാര്യം ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമെങ്കിലും ഉണ്ടായിരുന്നു. അപ്പാ എടാ, നമ്മുടെ എല്ലാരും വന്നോ? മറ്റേ അവരെ വിളിക്കണം. അപ്പൊ YDS അവരെ വിളിക്കണം. അപ്പൊ അതിന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കുറെ ദിവസമായില്ലേ. ഒരു കാര്യം വാസവനെ ഗ്യാങ് സൈഡിലോട്ട് വിട്. എന്നിട്ട് പറ YDS ഡ്രോപ്പ് നമ്പർ എന്തേലും പറഞ്ഞു. റേഡിയോ കണക്ട് ചെയ്യാൻ. അപ്പൊ എങ്ങനെയാ നമ്മുടെ കളർ ചേഞ്ച് ചെയ്യുമല്ലേ? മിസ്സിംഗ് ചന്ദ്രൻ അടുത്ത മാസം 1-ാം തീയതി തൊട്ടേ ആക്റ്റീവ് ആവുള്ളൂ. അവൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അവനൊരു കാര്യം സുഖല്ലേ? സുഖമാണ്. ഞാൻ ഇവനെ ഒന്ന് വിളിച്ചിട്ട് വരട്ടെ. കുറെ ദിവസമായിട്ടേ ഇവന്മാര് ഇതിന്റെ പുറകില. എനിക്ക് ഫോണില്ലേ? ഫോണില്ല. റേഡിയോ കണക്ട് ചെയ്യാൻ പറ.
സിമ്പിൾ മെൻഷൻ ഫോണൊന്നുമില്ല. എടാ ഏത് റേഡിയോ എന്ന് പറഞ്ഞേ നമുക്ക് എല്ലാം കേറാൻ പറ്റുന്നേ. എനിക്ക് ആരെല്ലാം ഉണ്ടെന്ന് കൂടുതൽ ആരെല്ലാം ഉണ്ടോ നോക്കട്ടെ, ചിലപ്പോ അതിനകത്ത് കാണുമല്ലോ ആരെങ്കിലും. ബെയ്മാക്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതല്ല വേറെ 124 നോക്കി 124 അയ്യോ 124 അയ്യോ വേണ്ട ഏയ്, 125 എടുത്തോ. ഞാൻ 22-ലൊക്കെ കയറി എടാ 4 സെക്കൻഡ് ആരും ഒന്നും ഇടല്ലേ. ഇത് റേഡിയോ ഡിസ്കോ ട്രോൾസ് ഇല്ലേ? ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് കുറെ ദിവസമായിട്ട് ഇവരെ ഇതിന്റെ പുറകെ ഇരിക്കുവാണ്. 125. ഹലോ ബ്രോ കേക്കോ? നിങ്ങൾ ഫ്രീ ആണോ? ഞങ്ങള് ഫ്രീ ആണ്. അപ്പൊ ഗ്യാങ് ഹൗസിലോട്ട് വരുമോ? നമുക്ക് ഇവിടെ തന്നെ അങ്ങ് കാണാമായിരുന്നു. ഗ്യാങ് ഹൗസിലാണോ മീറ്റിംഗ് നടത്തണ്ടേ? നമുക്ക് ഗ്യാങ് ഹൗസ് വെച്ച് നടത്താം. ഗ്യാങ് ഹൗസ് വെച്ച് പോരെ? ഓക്കെ എന്നാ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ ബ്രോ എത്തിയിട്ട് വിളിച്ചാൽ മതിയേ. ഓക്കെ MG3 സിറ്റുവേഷൻ ഉണ്ടാവും. നോക്കാം. നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കാൻ പറ്റൂലടാ. പറ്റില്ലല്ലോ. സ്നേഹ ചേച്ചിയുടെ അടുത്ത് പോയതാണോ? അല്ലല്ലോ, അതൊന്നും അല്ല കേസ്. അവന് പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ടൈം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അടുത്ത മാസം തൊട്ട് ഈ വരുന്ന, അതായത് ഇപ്പോൾ ഇനി 3-4 ദിവസം അതോടെ കഴിഞ്ഞാൽ അവൻ സിറ്റിയിലുണ്ടാവും ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ അവൻ സാധാരണ ഉള്ളതുപോലെ. നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നല്ല നൈസ്. പോയോ? എടാ നമ്മൾ അങ്ങോട്ട് പോകണോ അവരെ ഇങ്ങോട്ട് വരുത്തണോ? കണ്ടിട്ടില്ല. പോയി കണ്ടിട്ട് വരാം. എന്നാ പിന്നെ അങ്ങോട്ട് പോകണമല്ലേ നല്ലത്. കണ്ടിട്ട് വരാം. അല്ല നമുക്ക് റെഡി കണ്ടിട്ട് പറയാലോ. ഇങ്ങോട്ട് വരുമ്പോ അവരുടെ കൂടെ അങ്ങോട്ട് പോയി. എടാ ടർഫ് എന്നത്തേക്കാ മാറ്റി വെച്ചേക്കണേ? എന്നാ ടർഫ് നമ്മുടെ മറ്റന്നാള് നടന്നിട്ടില്ല. അപ്പം ടർഫ് പോയി. സംശയമില്ലാത്ത കാര്യമല്ലേ? ഓണപരിപാടി ഇല്ല. അതാ തിരിച്ച് ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സിറ്റിയിൽ ടർഫ് ഇല്ലെങ്കിൽ മൂഞ്ചി നടക്കേണ്ടി വരും. മനസ്സിലായ? സത്യം ടർഫ് അടിച്ചിട്ട് പോലെ. പിന്നെ എടാ എന്റെ കൂടെ ആരെല്ലാം വന്നടാ, എനിക്ക് ഫോൺ മേടിക്കണം. വന്നേ. ഞാൻ വരത്തില്ല. എന്റെ ഫോൺ വേണമെങ്കിൽ ഇല്ല ഗാലക്സി S25 വേണ്ട. ഞാൻ ഐഫോണിന്റെ ആളാണ്. ഗൈസ് നിങ്ങൾക്ക് ഈ IR ഓണം മാത്രം മതിയോ അതോ ഇൻ ഗെയിം ഓണം വേണോ? അണ്ണൻ എടുക്കുമോ ഞാൻ എടുക്കണോ? ഞാൻ ഇൻ ഗെയിം ഓണം വേണമെങ്കിൽ ഒന്ന് പറയണേ. നമ്മള് ഇവിടെ കേറി ഇൻ ഗെയിം വേണം. നമ്മള് സെറ്റ് ചെയ്യാം. പാല നമുക്ക് കുറച്ച് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ ചോദിക്കട്ടെ. ഗൈസ് ഓണം കഴിഞ്ഞിട്ട് ഓണം സെലിബ്രേഷൻ ആയ കുഴപ്പമുണ്ടോ? 6-ാം തീയതി 7-ാം തീയതിയോ? ഇവിടെ ഏത് കടന്നാ മേടിക്കുന്നേ? എടാ നമ്മുടെ ഓണം സെലിബ്രേഷൻ സിറ്റിക്കകത്ത് ഓണം സെലിബ്രേഷൻ ഓണം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടാ. ഇവിടെ പറഞ്ഞ് കളിയാക്കാൻ ഓപ്പൺ മാർക്കറ്റ് ചിലപ്പോ കുറച്ച് വീഡിയോ ഒക്കെ കിട്ടും. ഇലക്ട്രോണിക്സ് ഫോട്ടോസ്. അതെ, നീയൊക്കെ ഒന്ന് സൂക്ഷിച്ചോ. ഫോൺ ഇതിനകത്ത് ഐഫോൺ എക്സ്ഫോൺ മേടിച്ചേ. എടാ എന്റെ ലോഗിൻ ID ആർക്കെങ്കിലും അറിയാവോടാ? ഞാൻ മറന്നു പോടാ. അണ്ണന്റെ ലോഗിൻ ID എന്റേത് തന്നെ എനിക്ക് അറിയത്തില്ലണോ. പവർ ബാങ്ക് ഉണ്ടോ? നിങ്ങളൊക്കെ നല്ല കാണുന്നവരല്ലേടാ. പൂക്കി മാസമായിരുന്നു. വാസു പൂക്കിയായിരുന്നു. സിമ്മ് മേടിക്കണ്ടേ? പവർ ബാങ്ക് സിമ്മൊന്നും വാങ്ങണ്ട. അതൊക്കെ റീചാർജ് മാത്രം ചെയ്താൽ പോരടാ. ഞാൻ ഇതുവരെ റീചാർജ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നാണോ ആദ്യമായിട്ട് ചാർജ് ചെയ്തത്. ഞാൻ നമ്പർ പോലും മേടിച്ചു. ഇൻകറക്റ്റ് പാസ്വേഡ് മറന്നു പോയടാ. ചാർജ് ആവാത്ത വാസു പൂക്കിന്നായിരുന്നു. പൂക്കി വാസു എന്നായിരുന്നു.
ഇവിടെ ഇപ്പൊ ഇടിക്കാൻ പറ്റില്ലല്ലേ? എടാ ഹലോ കത്തിയാ ഇരിക്കാൻ പറ്റും. മണ്ടേ കയറി നീ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ തോന്നുന്നു കേട്ടാ. തെറ്റിക്കൊണ്ടിരിക്കും. മറന്നു മറന്നുപോയി. എല്ലാം കിട്ടി എല്ലാം ഓൾ ഗുഡ്. പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇല്ല പഴയ അക്കൗണ്ട് തന്നെ. പിന്നെ എന്റെ നമ്പർ 3333 ഞാൻ കളയോ? ആൾക്കാർ സംശയമൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും. എടാ നമ്മള് ഫോണ് അത്ര ഇതായിട്ട് ചെയ്തേട്ടാ. എല്ലാം കിട്ടി, എല്ലാ നമ്പേഴ്സും കിട്ടി. അണ്ണ പിന്നെ ഇന്നൊരു പാലിനെ ഒന്ന് വിളിക്കട്ടെ. കാനോട്ട് ബി റീച്ച്. നിന്റെ ഫോണിൽ ചാർജ് ഇല്ല? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്താ ഇങ്ങനെ പറഞ്ഞു? ഞാൻ അണ്ണ നമ്പർ മാറിയായിരുന്നു. ഞാൻ അണ്ണനെ പോലെ പാസ്വേഡ് മറന്നു കേട്ട് നമ്പർ മാറിപ്പോയി. ഞാൻ ഫോട്ടോ നോക്കിയുടെ ചൂടെ പവർ ബാങ്ക്